മഹല്ല് കേസുകൾ രമ്യമായി പരിഹരിക്കാൻ വഖഫ് ബോർഡ്. സംസ്ഥാനത്തെ വിവിധ മഹല്ലുകളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വഖഫ് ബോർഡ് നടത്തുന്ന അദാലത്തുകൾ വിജയത്തിലേക്ക്. കോടതികളിലും ബോർഡിന് മുന്നിലായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ഇരുഭാഗങ്ങളെയും നേരിൽ കണ്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ കൊച്ചിയിലും കോഴിക്കോടുമായി നടന്ന 6 അദാലത്തുകളിലായി 30ഓളം കേസുകൾ പൂർണ്ണമായും തീർപ്പാക്കാൻ സാധിച്ചു. ഏകദേശം 20 വർഷത്തോളമായി തുടരുന്ന സങ്കീർണമായ കേസുകളിൽ പോലും ഇത്തരത്തിൽ പരിഹരിക്കപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ തോൽവിയിൽ പോളിറ്റ് ബ്യൂറോയിൽ ഇന്നും ചർച്ച. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളുമായി CPM പോളിറ്റ് ബ്യൂറോ യോഗം 2ാം ദിവസവും ഡൽഹിയിൽ തുടരുകയാണ്. AKG ഭവനിൽ നടക്കുന്ന യോഗത്തിൽ കേരളത്തിലെ തിരിച്ചടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമർപ്പിച്ചു. ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിനെ സ്വാധീനിച്ചു എന്ന കാര്യത്തിൽ ഗൗരവമായ പരിശോധനയാണ് റിപ്പോർട്ടിലുള്ളത്. പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപ പോസ്റ്റ്. ഫേസ്ബുക്കിൽ പ്രതി മുഹമ്മദ് റോഷൻ പ്രചരിപ്പിച്ച തങ്ങളുടെ ചിത്രം വ്യാജമാണെന്ന് പോലീസ് അറിയിച്ചു. മോർഫി ചെയ്ത ചിത്രമാണ് പ്രചരിപ്പിച്ചത്. സംഭവം പണം തട്ടാൻ പ്രതി മുഹമ്മദ് റോഷൻ നടത്തിയ തിരക്കഥയാണെന്നും പോലീസ് വ്യക്തമാക്കി. 17-കാരിയുടെ പരാതിയുണ്ടെന്ന പ്രതിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാപക അന്വേഷണം നടത്തിയിട്ടും പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസ് അറിയിച്ചു. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച് ചവറയിലെ LDF സ്ഥാനാർത്ഥി മുൻ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ പൊതുപ്രവർത്തനായി തുടരുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിജയിച്ച ഷിബു ബേബി ജോണിനും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കും നന്ദി പറഞ്ഞാണ് പോസ്റ്റിന്റെ തുടക്കം. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ സാന്നിധ്യവും ഇടപെടലും തുടർന്നും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിൽ ഇന്ന് 30ഓളം വീടുകൾ കൂടി സാങ്കേതികമായി കൈമാറും. നിലവിൽ 83 വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ ദുരന്തബാധിതർ ഇനിയും താമസം തുടങ്ങിയിട്ടില്ല. 178 വീടുകളും നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ താമസം തുടങ്ങുമെന്നാണ് ദുരന്തബാധിതരുടെ തീരുമാനം. അതേസമയം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് 178 വീടുകളിലും താമസം തുടങ്ങാനാകുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ഈ മാസം അവസാനം വരെ 178 വീടുകളും പൂർത്തിയാക്കുമെന്നാണ് ഊരാളുങ്കലിന്റെ പുതിയ പ്രഖ്യാപനം.